ചെടികൾ നന്നായിട്ട് മുട്ടുകൾ വരാനും പുതിയ പൂക്കൾ ഉണ്ടാവാനും നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുക്കുന്ന ഫെർട്ടിലൈസറാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഗാർഡനിങ് വീഡിയോസിനായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഴത്തുള്ളി ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോ എന്തിലേലോ ഇട്ട് വെക്കുക. എന്നിട്ട് ഉള്ളിത്തൊലി അങ്ങനത്തെയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ദിവസം വെക്കുക. ഒരാഴ്ച വെച്ചാൽ ഒരു ബാഡ് സ്മെല്ലടിക്കും. ഒരു 3-4 ദിവസം ആയാൽ തന്നെ നല്ല രീതിക്ക് അത് ഇതുപോലെ വളമായിട്ട് കിട്ടും. ഇനി ബാക്കി വരുന്നത് നമുക്ക് ചെടിച്ചട്ടിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇത് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നേർപ്പിച്ചെടുക്കാം. ഇതേപോലെ നന്നായിട്ട് നേർപ്പിച്ചെടുത്തിട്ട് ഈ കാണുന്ന പോലെ ബോട്ടിലാക്കിയിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ വെച്ച് കൊടുക്കാം. പിന്നെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചെടികളിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം. ഇത് നല്ലൊരു വളമാണ്. നമുക്ക് NPK വളങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ റിസൾട്ട് തന്നെയാണ് ഈ ഒരു വളം യൂസ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ഫെർട്ടിലൈസർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.